അതായത് CPI കഴിഞ്ഞാൽ അടുത്ത ഘടകകക്ഷി എന്നുള്ള നിലയിൽ ഏറെ പ്രസക്തമായ പ്രാധാന്യമുള്ള സ്ഥാനം തന്നെ ലഭിച്ചിരുന്ന ഒരു പാർട്ടിയാണ് നമ്മുടെ RSP എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല. ഇപ്പോൾ ഈ പറയുന്ന NK പ്രേമചന്ദ്രനാണെങ്കിലും ഷിബു ബേബി ജോണിനാണ്. RSP എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ സത്യത്തിൽ ശോകാർദ്രമായ ഭാവത്തോടു കൂടി പലരെയും നോക്കിയിരിക്കാനേ കഴിയുകയുള്ളൂ. കാർത്തിക് പ്രേമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുള്ള പാർലമെന്ററി രാഷ്ട്രീയ പശ്ചാത്തലവുമില്ല. NK പ്രേമചന്ദ്രന്റെ മകനായി പോയി എന്ന് മാത്രമേയുള്ളൂ. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ NK പ്രേമചന്ദ്രന്റെ മകൻ അല്ലെങ്കിൽ NK പ്രേമചന്ദ്രൻ മകനെ കളത്തിലിറക്കിക്കൊണ്ട് പല ഗിമിക്സുകളും കാണിച്ചു കൂട്ടി. നമസ്കാരം, SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കമൻറ്റുകളെ രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. RSP ഒരു കാലത്ത്, അതായത് 1980 മുതൽ 2014 വരെ LDF എന്ന് പറയുന്ന മുന്നണിയോടൊപ്പം പ്രവർത്തിച്ചു വന്നിരുന്ന ആ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള സമയം തന്നെയായിരുന്നു അത്. അതായത് CPI കഴിഞ്ഞാൽ അടുത്ത ഘടകകക്ഷി എന്നുള്ള നിലയിൽ ഏറെ പ്രസക്തമായ പ്രാധാന്യമുള്ള സ്ഥാനം തന്നെ ലഭിച്ചിരുന്ന ഒരു പാർട്ടിയാണ് നമ്മുടെ RSP എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല. ഇപ്പോൾ ഈ പറയുന്ന NK പ്രേമചന്ദ്രനാണെങ്കിലും ഷിബു ബേബി ജോണിനാണെങ്കിലും മന്ത്രി വരെ ഉണ്ടായിരുന്ന ഒരു ഘടകകക്ഷി തന്നെയാണ് എന്നുള്ള അറിയാം. എന്നാൽ 2014 ശേഷം അതുവരെ ഉണ്ടായിരുന്ന RSP എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ഗ്രാഫ് കുത്തനെ താഴേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇന്ന് RSP എന്ന് പറയുന്ന ഒരു പാർട്ടി, കൊല്ലം ജില്ലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന RSP എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ സത്യത്തിൽ ശോകാർദ്രമായ ഭാവത്തോടു കൂടി പലരെയും നോക്കിയിരിക്കാനേ കഴിയുകയുള്ളൂ. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിലവിൽ ഒരു MLA RSP എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ഇല്ല. ആകെ ആശ്വാസമായി ലഭിച്ചിരിക്കുന്നത് കൊല്ലത്ത് നിന്നുള്ള NK പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ MP സ്ഥാനം മാത്രവും. അല്ലാതെ അവിടെ നിന്നൊരു MLA സഭയിലേക്ക് എത്തിക്കാൻ ഇതുവരെ പിന്നീട് കഴിഞ്ഞ ഈ 14 ശേഷം കഴിഞ്ഞിട്ടേയില്ല എന്നുള്ളതാണ്. ഏകദേശം 12 വർഷക്കാലമായി. അത്രയ്ക്കുള്ള പ്രാധാന്യം മാത്രമേ ഇപ്പോൾ UDF എന്ന് പറയുന്ന മുന്നണിക്കുള്ളിൽ നിന്ന് ഈ RSP പോലെ ഒരു പാർട്ടിക്ക് ലഭിക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ അതുവരെ ഒരു മന്ത്രിയെ വരെ LDFകാർ നൽകിക്കൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്നൊരു MLA കൂടി ഇല്ലാതായി വന്നതോടുകൂടി കേവലം 5 സീറ്റ് എന്ന് പറയുന്ന ഒന്നിലേക്ക് ഒതുങ്ങി. അതായത് ഒന്ന് കുന്നത്തൂർ, ചവറ, ഇരവിപുരം, ആറ്റിങ്ങൽ, മട്ടന്നൂർ എന്നീ മണ്ഡലങ്ങളിൽ മാത്രമായി ചുരുങ്ങിയ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന ഒരു അപഖ്യാതി കൂടി ഇപ്പോൾ RSPക്ക് കിട്ടിയിരിക്കുന്നു. എന്നാൽ നിലവിലത്തെ ഒരു സാഹചര്യം എടുത്ത് പരിശോധിക്കുമ്പോൾ, അതായത് 2026 പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ RSP എന്ന് പറയുന്ന പാർട്ടി വീണ്ടും പിളരുമോ അതോ തകരുമോ എന്ന് പോലും അറിയാൻ വയ്യാത്ത അവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. അതിന് കാരണക്കാരൻ ആര് എന്ന് ചോദിച്ചാൽ എല്ലാവരും ഒരുമിച്ച് ഷിബു ബേബി ജോണും അസീസും അടക്കമുള്ള നേതാക്കന്മാരെല്ലാം വിരൽ ചൂണ്ടുന്നത് NK പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു നേതാവിലേക്ക് തന്നെയായിരിക്കും. നമ്മൾ കരുതും NK പ്രേമചന്ദ്രൻ നരേന്ദ്രമോദിയെ പ്രശംസിച്ചതോ അദ്ദേഹത്തിനോടൊപ്പം ചായ കുടിക്കാൻ പോയതോ ഒക്കെ ആയിരിക്കും പ്രധാനപ്പെട്ട പ്രശ്നമെന്നുള്ളത്. എന്നാൽ അതൊന്നുമല്ല. NK പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന നേതാവ് ഞാൻ ഇവിടുത്തെ MP ആണ്, ഈ പറയുന്ന RSP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ അല്പമെങ്കിലും വിലയുള്ളതാക്കി തീർക്കുന്നത് ഞാൻ തന്നെയാണ്, NK പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന ഞാൻ തന്നെയാണ് എന്ന ഒരു അതിശക്ത മനോഭാവം വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ് NK പ്രേമചന്ദ്രൻ. അതിൻ്റെ ഭാഗമായി അതിനകത്ത് ഒരു ഓവറായി കൈകടത്തുക എന്ന് പറയും, അധികമായി കൈകടത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങളാണ് ഈ NK പ്രേമചന്ദ്രൻ നടത്തുന്നത്. അതിൻ്റെ അനുരണനം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് തൻ്റെ മകൻ, അതായത് ഒരു മക്കൾ രാഷ്ട്രീയത്തിന് കൂടി ഒരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു പാർട്ടിയായി റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി മാറുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. സ്വന്തം മകനായ കാർത്തിക് പ്രേമചന്ദ്രനെ ഇരവിപുരം എന്ന് പറയുന്ന മണ്ഡലത്തിൽ പ്രതിഷ്ഠിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അത് ഏകപക്ഷീയമായി NK പ്രേമചന്ദ്രൻ എടുത്ത തീരുമാനമാണ്. എന്നാൽ ഈ പറയുന്ന നമ്മൾ ഈ നേരത്തെ സൂചിപ്പിച്ച കാർത്തിക് പ്രേമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുള്ള പാർലമെന്ററി രാഷ്ട്രീയ പശ്ചാത്തലവുമില്ല. NK പ്രേമചന്ദ്രന്റെ മകനായി പോയി എന്ന് മാത്രമേയുള്ളൂ അദ്ദേഹത്തിനുള്ള രാഷ്ട്രീയ പ്രാവീണ്യം. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ NK പ്രേമചന്ദ്രന്റെ മകൻ അല്ലെങ്കിൽ NK പ്രേമചന്ദ്രൻ മകനെ കളത്തിലിറക്കിക്കൊണ്ട് പല ഗിമിക്സുകളും കാണിച്ചു കൂട്ടി. എന്തിനു വേണ്ടിയാണ്? പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് മകനെ ഇറക്കുന്നതിന് വേണ്ടിയിട്ട്. നമ്മളൊന്ന് ആലോചിച്ച്, ഒരു വിപ്ലവ പാർട്ടിയുടെ, ഒരു റവല്യൂഷണറി പാർട്ടിയുടെ ഒരു ഗതികേടാണ് ആലോചിച്ച് നോക്കേണ്ടത് നമ്മളോടെ. അങ്ങനെ കാർത്തിക് പ്രേമചന്ദ്രനെ അണിയറ നീക്കം നടത്തിക്കൊണ്ട് എങ്ങനെയെങ്കിലും അവിടെ ഇരവിപുരത്ത് സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നു.
അതങ്ങനെ മണ്ഡലം കമ്മിറ്റിയും കടന്ന് ജില്ലാ കമ്മിറ്റിയും കടന്ന് സംസ്ഥാന കമ്മിറ്റി വരെ എത്തി ആ നീക്കം. ഒടുവിൽ ഷിബു ബേബി ജോണും അസീസും അടക്കമുള്ളവർ ഇതിനെ കണ്ടം തുണ്ടമാക്കി മാറ്റി. ഏറ്റവും ഒടുവിൽ പറഞ്ഞു അങ്ങനെ ഒരാളെ മത്സരിപ്പിക്കേണ്ട ആവശ്യമില്ല, NK പ്രേമചന്ദ്രൻ്റെ മകനെ അവിടെ മത്സരിപ്പിക്കേണ്ട കാര്യമേ ഇല്ല. അങ്ങനെ ഈ തീരുമാനം സംസ്ഥാന കമ്മിറ്റി വരെ എത്തി. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് തള്ളിപ്പോകുന്നു. കാര്യം എന്താ? NK പ്രേമചന്ദ്രന് സ്വാഭാവികമായും ചിന്തിക്കാം, ഒരേ ഒരു MP, ഒരേ ഒരു ജനപ്രതിനിധി മാത്രമായ എൻ്റെ മകനെ എങ്ങനെയും മത്സരിപ്പിച്ച് അടങ്ങൂ, സീറ്റ് കൊടുത്തേ പറ്റൂ എന്ന് പറയുന്ന കടുംപിടുത്തം പിടിക്കുന്നു. NK പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന ഈ ഒരു ഒറ്റ വ്യക്തി കാരണമാണ് RSP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെ താഴേക്ക് കൂപ്പുകുത്തി പോയത് എന്ന് ബോധമുള്ള എല്ലാവർക്കും അറിയാം. 70 വർഷത്തോളം പ്രവർത്തന പരിചയമുള്ള അസീസിനെ പോലും കവച്ചു വെക്കുന്ന തരത്തിലാണ് തൻ്റെ പ്രവർത്തന രീതി എന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരാളാണ് NK പ്രേമചന്ദ്രൻ. നമുക്കറിയാം, പാർട്ടി എത്രയോ തവണ NK പ്രേമചന്ദ്രൻ വെട്ടിലാക്കിയിട്ടുണ്ട്. ഇവിടെ ഇന്ത്യ മുന്നണിക്കുള്ളിൽ UDF നിലനിൽക്കുന്ന അതായത് ഇന്ത്യ മുന്നണിക്കകത്ത് തന്നെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന സമയത്ത് നരേന്ദ്രമോദിക്കൊപ്പം ചായ കുടിക്കാൻ പോവുക, നരേന്ദ്രമോദിയെക്കുറിച്ച് ഒരു ചെറിയ അവസരം കിട്ടിയാൽ പോലും അവിടെ നിന്നുകൊണ്ട് പുകഴ്ത്തി പറയുക, ഒരു സംഘപരിവാർ അജണ്ടയോടുകൂടി ബീഫ്, പൊറോട്ട തുടങ്ങിയ പദപ്രയോഗങ്ങൾ ശബരിമലയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് സംസാരിക്കുക. ഈ രീതിയിൽ പലപ്പോഴും ഒരു സംഘപരിവാറിൻ്റെ അജണ്ടയിലേക്ക് NK പ്രേമചന്ദ്രൻ മാറിപ്പോകുന്നുണ്ടോ എന്ന് സംശയം തോന്നുന്ന പല സംഭവ വികാസങ്ങളും സംസാര ശകലങ്ങളും NK പ്രേമചന്ദ്രൻ്റെ വായിൽ നിന്ന് വീഴുന്നുണ്ട്. നമ്മളെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതേ NK പ്രേമചന്ദ്രനെതിരായിട്ട് അസീസും ഷിബു ബേബി ജോൺ അടക്കമുള്ളവർ ശക്തമായി സംസ്ഥാന കമ്മിറ്റിയിൽ ശബ്ദമുയർത്തി, സംസ്ഥാന സെക്രട്ടറിയിൽ ശബ്ദമുയർത്തി. അതോടുകൂടി NK പ്രേമചന്ദ്രന് വഴങ്ങേണ്ടി വരുന്നു. കാര്യം എന്താ? ഷിബു ബേബി ജോൺ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ രാജിവെച്ച് പോവാണ്. കാര്യം ഷിബു ബേബി ജോൺ ഓൾറെഡി ചവറ സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു, ചവറ സീറ്റിൽ മത്സരിക്കാൻ തുടങ്ങുകയാണ്. അപ്പം ഇരവിപുരം വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ ഒരു സമവായ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഒരു വിഷ്ണു മോഹൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ അവിടെ കൊണ്ടുവന്ന് ഇരവിപുരത്തേക്ക് കൊണ്ടുവന്ന് പ്രഖ്യാപിച്ചു. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് NK പ്രേമചന്ദ്രൻ്റെ ഒരു സമവായ സ്ഥാനാർത്ഥിയാണ്. നിങ്ങൾ എൻ്റെ മോനെ നിർത്തുന്നില്ലേ? നിർത്തണ്ട, ശരി, ഞാനത് അംഗീകരിക്കുന്നു. പകരം ഞാൻ പറയുന്ന ഈ ഒരു സ്ഥാനാർത്ഥിയെ നിങ്ങൾ രംഗത്തേക്ക് ഇറക്കണം എന്ന് പറയുന്ന രീതിയിലേക്ക് മറ്റൊരു സ്ഥാനാർത്ഥിയെ അവിടേക്ക് കൊണ്ട് കെട്ടിയിറക്കി അങ്ങനെ കൊണ്ട് നിർത്തുന്നു. ഇത് അപ്പോഴേക്കും നമ്മൾ നോക്കിയ ചില ആൾക്കാർ, നൗഷാദിനെ പോലെയുള്ള ആളുകൾ അവിടെ നിന്നും പതുക്കെ പടിയിറങ്ങാൻ പോകുന്നു. എന്ന് വെച്ചാൽ NK പ്രേമചന്ദ്രൻ തൻ്റെ ഇഷ്ടപ്രകാരം RSP എന്ന് പറയുന്ന പാർട്ടിയെ കൈപിടിച്ചു കൊണ്ടുപോകുന്നു. തൻ്റെ വേണ്ടപ്പെട്ടവരെ, തനിക്ക് ഇഷ്ടപ്പെടുന്നവരെ എല്ലാം പാർട്ടിയിൽ സ്ഥാനമാനങ്ങളും സീറ്റുകളും നൽകി അങ്ങ് വെച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു പ്രവണതയ്ക്കെതിരായി ഇപ്പോൾ നൗഷാദ് പതുക്കെ അവിടെ നിന്നും രാജിവെച്ചു, പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നു. ഇനി ഇത് കൂടാതെ ഈ പറയുന്ന പൊതുതെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും നിരവധി ആളുകൾ, നിരവധി പ്രവർത്തകർ RSP വിട്ട് പുറത്തേക്ക് പോകുമെന്ന് തന്നെയാണ് നൗഷാദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ NK പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന ഈ ഒരു ഒറ്റ വ്യക്തി കാരണം RSP എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ കക്ഷി തകർന്ന് തരിപ്പണമാകുമെന്ന് തന്നെയാണ്. നിരവധി ആളുകൾ ഇത് വിട്ടുപോകുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു വിപ്ലവ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം UDF എന്ന് പറയുന്നൊരു മുന്നണി അവർക്ക് തീർത്തും സഹിക്കാൻ കഴിയാത്തൊരു മുന്നണിയെ മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്നേ. കാര്യം എന്താ? അവരുടെ ഉള്ളിൽ കിടക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലെ പ്രത്യയശാസ്ത്രം എന്ന് പറഞ്ഞ ഒരു ഇടത് പ്രത്യയശാസ്ത്രമാണ്. അവിടെ ഈ പറയുന്ന ഒരു UDFനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരുടെ പ്രത്യയശാസ്ത്രത്തെ എടുത്ത് മടക്കി പോക്കറ്റ് വെക്കേണ്ട ഗതികേടാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമെന്നോണം ഈ ഇറങ്ങിപ്പോകുന്നവരെല്ലാവരും തന്നെ ഇടതുപക്ഷത്തിലേക്ക് തന്നെ ആയിരിക്കും തിരിച്ച് എത്താനുള്ള സാധ്യത. അപ്പോൾ അതോടുകൂടി ഈ പറയുന്ന എന്തായാലും ഷിബു ബേബി ജോണിനെ സംബന്ധിച്ചിടത്തോളം ഈ ചവറയിൽ ഇനി അങ്ങനെ ഒരു സീറ്റ് പ്രതീക്ഷിക്കുകയേ വേണ്ട. കാര്യം അവിടെ സുജിത്ത് വിജയൻപിള്ള എന്ന് പറയുന്ന ഒരു MLA അവിടെ കളം പിടിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരത്ത് കിടക്കുന്ന ഷിബു ബേബി ജോണിനേക്കാൾ ചവറയിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സുജിത്ത് വിജയൻപിള്ളയെ മതി ചവറയിലുള്ളവർക്ക് എന്നവരൊരു തീരുമാനമെടുത്താൽ ഷിബു ബേബി ജോൺ വീണ്ടും പൂജ്യനായി മാറുകയാണ്. അവിടെ ഈ പറയുന്ന പോലെ ഇരവിപുരത്ത് സീറ്റ് കിട്ടാനുള്ള സാധ്യത, അല്ലെങ്കിൽ അവ പിടിച്ചെടുക്കാനുള്ള സാധ്യത കുറവാണ്. മട്ടന്നൂർ സാധ്യത കുറവാണ്. ഇവിടെയൊക്കെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആറ്റിങ്ങൽ കിട്ടാനും പാടാണ്. ഇങ്ങോട്ട് നോക്കിയാൽ ഈ പറയുന്ന അപ്പോൾ കുന്നത്തൂർ ഇപ്പോൾ ഓൾറെഡി തന്നെ നമുക്കറിയാം അവിടെ ഏറെക്കാലമായി അവിടെ RSP എല്ലാണ് വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. കോവൂർ കുഞ്ഞുമോനാണ് കുന്നത്തൂരിൽ നിന്ന് സ്ഥിരമായി ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇനി RSPയുടെ ഏതൊരു സ്ഥാനാർത്ഥി ഇട്ടിരുന്നാലും കോവൂർ കുഞ്ഞുമോനെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഈ പറയുന്ന 5 മണ്ഡലങ്ങൾ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോഴും ഈ 5 മണ്ഡലങ്ങളും RSP ഒരു കാരണവശാൽ വിജയിക്കാൻ സാധ്യതയില്ലാത്ത മണ്ഡലങ്ങളാണെന്ന് ഏത് കണ്ണുപൊട്ടം നോക്കിയാലും മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ NK പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ കാരണം പാർട്ടി ശോഷിച്ചുകൊണ്ടിരിക്കുന്നു.
പാർട്ടിയിൽ നിന്ന് പല ആളുകളും പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. ഈ സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായും ഇതൊരു വലിയ പ്രതിസന്ധിയിലേക്ക് പാർട്ടിയെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. ഈ പറയുന്ന ഈ വീണ്ടും ഉണ്ടാകുന്ന 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും 0 സീറ്റോട് കൂടി തന്നെ RSPക്ക് കേരളത്തിൽ തുടർന്നും രാഷ്ട്രീയം തിന്ന് ജീവിക്കേണ്ടി വരും എന്നുള്ള കാര്യം കൂടി ഈ അവസരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.